പരമശിവന്റെ വില്ലാണ് പിനാകം. എപ്പോഴും വിഷം ചീറ്റുന്ന 7 തലയുള്ള ഒരു ഉഗ്രസർപ്പം. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന റോക്കറ്റ് സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരും ഇതാണ്. ഒന്നിനു പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുത്തുവിട്ട് ശത്രുവിനെ വിറപ്പിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് ഇതല്ലാതെ മറ്റെന്തു പേര് നൽകാനാണ്? ഏറ്റവും വിജയകരമായ തദ്ദേശീയ ആയുധങ്ങളിലൊന്നാണ് പിനാക. DRDO വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര പീരങ്കി ആയുധം. കൃത്യതയും വേഗതയുമാണ് ഇതിന്റെ പ്രത്യേകത. നിലവിൽ 40 കിലോമീറ്ററും 75 കിലോമീറ്ററിൽ കൂടുതലും ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിവുള്ള പിനാക സംവിധാനമാണ് നമ്മുടെ പക്കലുള്ളത്. ഇതിന്റെ പരിധി 120 കിലോമീറ്ററായി വികസിപ്പിക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 2500 കോടി രൂപയിലധികം തുക ഇതിനായി കേന്ദ്രം മാറ്റിവെച്ചിട്ടുണ്ട്. യുദ്ധരംഗത്ത് കരുത്ത് തെളിയിക്കുക മാത്രമല്ല ലക്ഷ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് സാമ്പത്തിക രംഗത്തിന് മുതൽക്കൂട്ടാകാനും പിനാക ഉൾപ്പെടെയുള്ള ആയുധങ്ങൾക്ക് കഴിയുന്നുണ്ട്. അർമേനിയ പിനാക വാങ്ങിയതിന് പിന്നാലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം തന്നെ പിനാകയുടെ അടുത്ത തലമുറ വികസിപ്പിക്കാനുള്ള പദ്ധതികളും അണിയറയിലുണ്ട്. 300 കിലോമീറ്റർ വരെ ദൂരത്തിൽ ആക്രമണം നടത്താൻ സാധിക്കുന്ന ഗൈഡഡ് റോക്കറ്റായാണ് പിനാക മാർക്ക് 4 വിഭാവനം ചെയ്യുന്നത്. ഇപ്പോഴുള്ള പിനാക മാർക്ക് 3 പതിപ്പിനേക്കാൾ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതും എന്നാൽ ആക്രമണ പരിധി കൂടിയതുമായിരിക്കും ഇത്. ഒരേ സമയം ക്രൂയിസ് മിസൈലിനെ പോലെ കുതിക്കും, റോക്കറ്റുകളെപ്പോലെ ആക്രമിക്കും. ഒരു ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാൻ ആവശ്യമായതിനേക്കാൾ 25% ചെലവ് കുറവായിരിക്കും. 2030ഓടെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കരസേനയ്ക്ക് പുറമെ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള വകഭേദവും ഇതോടൊപ്പം വികസിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.